അമേരിക്കയും UK പോലെ അല്ലെ ബ്രിട്ടനെ പോലെ ഇസ്ലാമുകളുടെ പിടിയിൽപ്പെടുകയാണെന്ന് പറഞ്ഞാൽ ശരിയാവും? പൂർണ്ണമായും ശരിയല്ല. പക്ഷേ അങ്ങനൊരു ആശങ്ക ഇപ്പോൾ ലോകത്തിന് മുന്നിൽ പങ്കുവെക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. ട്രംപിൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ ട്രൂത്ത് സോഷ്യൽ ഉണ്ടല്ലോ, അതിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇറ്റ്സ് ഫൈനലി ഹാപ്പൻഡ്, അവസാനം അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ട്രംപ് ഒരു 8-10 വരികളുള്ള ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. ട്രംപിൻ്റെ മകൻ ട്രംപ് ജൂനിയർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, ന്യൂയോർക്ക് സിറ്റി വീണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ന്യൂയോർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് അല്ലേ? അതെ, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നഗരം, ഏറ്റവും വലിയ രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന്. ആ നഗരത്തിൻ്റെ മേയറായിട്ട് ഒരു മുസ്ലിം വരാൻ പോകുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ ടൈംസ് സ്ക്വയർ, നമ്മുടെ പിണറായി വിജയൻ പോയിട്ട് ഇരുമ്പ് കസേരയിട്ടിരുന്ന സ്ഥലമുണ്ടല്ലോ, ആ ടൈംസ് സ്ക്വയറിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് 100 കണക്കിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരൊന്നും അമേരിക്കക്കാരല്ല, അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് വന്നവരാണ്. അമേരിക്കയിലേക്കും മറ്റ് നാടുകളിൽ നിന്ന്, പ്രത്യേകിച്ചും ബ്രിട്ടനിൽ വന്നതുപോലെ പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ഉൾപ്പെടെ അമേരിക്കയിൽ കുടിയേറിപ്പാർത്ത, നിയമവിരുദ്ധമായും അല്ലാതെയും കുടിയേറിപ്പാർത്ത, നിയമവിരുദ്ധമല്ലാതെ വന്നവരെയൊക്കെ അമേരിക്ക പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്, ഡിപ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ടൈംസ് സ്ക്വയറിൽ ഒത്തുചേർന്നിട്ട് ടൈംസ് സ്ക്വയറിൽ അവർ ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് വലിയ പ്രാർത്ഥന നടത്തി, ഇസ്ലാമിക പ്രാർത്ഥന. നമ്മുടെ നാട്ടിൽ പലയിടത്തും നടക്കുന്നത് പോലെ അമേരിക്കയിലും നടന്നു, ടൈംസ് സ്ക്വയറിൽ നടന്നു. എന്നിട്ട് അവിടെ പ്രസംഗിച്ചു, അമേരിക്കയെ ഇസ്ലാമിക രാജ്യമാക്കണം, ഓരോ വീടുകളിലും ഇസ്ലാമിനെ എത്തിക്കണം എന്നൊക്കെ പ്രസംഗിച്ചു. അത് ന്യൂയോർക്കിലാണ്. ആ ന്യൂയോർക്കിൽ തന്നെയാണ് ഇപ്പോൾ സൊഹറാൻ മംദാനി എന്ന് പറയുന്ന 33 വയസ്സുള്ള ഒരാൾ ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയായി, ന്യൂയോർക്ക് മേയറായിട്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നമുക്കറിയാമല്ലോ, ആദ്യം പ്രധാനപ്പെട്ട 2 പാർട്ടികളുണ്ട്, ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസിനും. ആദ്യം ഇവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രസിഡന്റ് ആണെങ്കിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിക്കണം. പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവാൻ മത്സരം നടക്കും, എന്നിട്ടാണ് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മേയർ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കകത്ത് 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കും, അതിലൊരാൾ ജയിച്ചു വരും. ആൻഡ്രൂ ക്യൂമോ ആയിരുന്നു ഡെമോക്രാറ്റ് പാർട്ടിയിൽ മത്സരിച്ച ഒരാൾ. ആൻഡ്രൂ ക്യൂമോയോട് ഈ സൊഹറാൻ മംദാനി മത്സരിച്ചു, 33 വയസ്സുകാരനാണ്. അയാൾ ജയിച്ചു, അയാളാണ് ഇനി ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥി. ഇത് കണ്ടിട്ട് ട്രംപ് പറയുന്നു, നോക്കൂ, ഈ മനുഷ്യനെ സ്ഥാനാർത്ഥിയാക്കാൻ ഡെമോക്രാറ്റുകൾ തീരുമാനിച്ചതിലൂടെ അവരെല്ലാ പരിധികളും ലംഘിച്ചു. ഈസ് എ കമ്മ്യൂണിസ്റ്റ് ലുണാറ്റിക്, കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ്, മുസ്ലിം ഭ്രാന്തനാണ് എന്ന് ട്രംപ് പരസ്യമായി ട്വീറ്റ് ചെയ്തില്ല, പുള്ളിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നു. കാരണം നമ്മൾ ആലോചിക്കണം, എന്തിനാണ് നമ്മുടെ നാട്ടിലെ ഒരു മേയർ ഇലക്ഷനെ, ഒരു കൊച്ചി കോർപ്പറേഷനിലെ മേയറായിട്ട് ആര് വരണം എന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും പറയാറില്ല. അതൊക്കെ എന്ത് ഒരു നഗരത്തിൻ്റെ മേയർ, അങ്ങനെയല്ല. ന്യൂയോർക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നഗരമാണ്. അതിൻ്റെ മേയറായിട്ട് വരുന്ന ആൾ അമേരിക്ക പരമ്പരാഗതമായി, പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാലത്ത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരാൾ, ഇസ്രയേലിന് എതിരാണ് സൊഹറാൻ മംദാനി. ഇസ്രയേലിനെതിരാണ്, ഇസ്രയേലിനെ ഭൂമിയിൽ വെച്ചേക്കരുതെന്ന അഭിപ്രായമുള്ള ആളാണ്. ട്രംപ് ഈ സൊഹറാൻ മംദാനി ഉൾപ്പെടെയുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് പൗരത്വം കൊടുക്കുന്ന അമേരിക്കൻ സിസ്റ്റം മാറ്റണം, അവരെയൊക്കെ പുറത്താക്കണം എന്നുള്ള നിലപാടെടുക്കുന്ന ആളാണ്. ഒരു കാരണവശാലും ഇവരെ ആരും പുറത്താക്കാൻ പറ്റില്ല എന്ന നിലപാടെടുക്കുന്ന ആളാണ് സൊഹറാൻ മംദാനി. അതുകൂടാതെ ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ജെറുസലേമിലും ടെല്ലവീവിലും ഉള്ളതിനേക്കാൾ ജൂതന്മാർ താമസിക്കുന്ന നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൂത കമ്മ്യൂണിറ്റിയുടെ 10%, 2 മില്യണോ മറ്റാണ് അവിടുത്തെ ജൂത കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് സൊഹറാൻ മംദാനി എന്ന 33 വയസ്സുകാരൻ. ശ്രദ്ധിക്കണം, 33 വയസ്സേ ഉള്ളൂ. 33 വയസ്സിൽ ഇയാൾ ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയായി. ഡെമോക്രാറ്റുകൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ന്യൂയോർക്ക് സിറ്റി. അതുകൊണ്ട് സ്വാഭാവികമായും അമേരിക്കയിലെ ആദ്യത്തെ മുസ്ലിം മേയറായിട്ട് ഇയാൾ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഒരു കേവലം മുനിസിപ്പൽ മേയറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. നമുക്കറിയാമല്ലോ ബ്രിട്ടനിലെ കാര്യം. ബ്രിട്ടനിലെ 17 നഗരങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നത് പാകിസ്ഥാൻ വംശജരായ മുസ്ലിമുകളാണ്. അവിടെ ബ്രിട്ടനിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ചെന്ന പോലെയുള്ള അവസ്ഥയാണ്.
പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിൽ അവരാണ് തെരുവുകൾ വാഴുന്നത്. അവിടെ നിർണായകമായ സ്വാധീനമുള്ളത്. 21 MP-മാർ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ മുസ്ലിമുകളായിട്ടുണ്ട്. അതിൽ 4 പേർ ഈ പറഞ്ഞ ലേബർ പാർട്ടി, കൺസർവേറ്റീവ്സ്, 2 പാർട്ടികളാണ് അവിടെ ഉള്ളത്. ലേബർ പാർട്ടി കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ ഹമാസിനും പലസ്തീൻ അനുകൂലമായി കുറച്ചൊക്കെ നിലപാടുള്ളവരാണ്. കൺസർവേറ്റീവ് ആണെങ്കിൽ അതിശക്തമായി പലസ്തീൻ എന്നുള്ള ആശയത്തെ പോലും എതിർക്കുന്നവരാണ് കൺസർവേറ്റീവ്. ഇവരോട് 2 പേരോടും മത്സരിച്ചിട്ട് 4 MP-മാർ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെത്തിയിട്ടുണ്ട്. അവരെ വിളിക്കുന്നത് ഹമാസ് MP-മാർ. ഹമാസിന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ 4 MP-മാരുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. എന്ന് പറയുന്നത് ബ്രിട്ടൻ ഒരു 10-15 വർഷം കൂടിപ്പോയാൽ ഈ കാണുന്ന ക്രൈസ്തവ രാജ്യം എന്ന് പറയുന്ന ക്രിസ്ത്യൻ ബ്രിട്ടന് ഇനി കൂടി പോയാൽ 15 വർഷത്തെ ആയുസുള്ളൂ. അത് യൂറോപ്പിലെ ആദ്യത്തെ, അല്ലെങ്കിൽ ഈ ഇംഗ്ലണ്ട് അങ്ങനെ ഏറ്റവും ശക്തമായ JD വാൻസ് പറഞ്ഞ പോലെ ആണവായുധമുള്ള ആദ്യത്തെ മഹാശക്തിയായിട്ട് മാറും. മുസ്ലിം രാഷ്ട്രമാണ് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അമേരിക്കയുടെയാണ് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഏതായാലും അങ്ങനെ UN വീറ്റോ പവറുള്ള രാജ്യമായിട്ട് മാറും. UN സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ പവറുണ്ട്. ആർക്ക്? UK. അപ്പോൾ ചെറിയ കാര്യമല്ല. ഇസ്ലാമൈസേഷൻ ബ്രിട്ടനെ വിഴുങ്ങിക്കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതാണ് ട്രംപിൻ്റെ മകൻ പറഞ്ഞത്. ന്യൂയോർക്ക് വീണിരിക്കുന്നു. 33 വയസ്സേ ഉള്ളൂ സൊഹ്റാൻ മംദാനിക്ക്. അയാൾ ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ ആവേശമാണ്. അതുകൊണ്ടാണ് ടൈം സ്ക്വയറിൽ അവർ വലിയ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നത്. അമേരിക്കയിലെ എല്ലാ വീട്ടിലും ഇസ്ലാമിനെ എത്തിക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ വീഡിയോ നമുക്ക് പ്രേക്ഷകരെ നമുക്ക് കാണിക്കാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ കാര്യങ്ങൾ മാറി പറയുകയാണ്. നമുക്ക് നോക്കണം, ഈ ഡെമോക്രാറ്റിക് പ്രൈമറി ഇലക്ഷനാണ് ഈ പ്രാഥമികമായി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഓഫറുകൾ എന്നറിയോ? ഇപ്പോൾ ട്രംപ് പറഞ്ഞല്ലോ ഈ സൊഹ്റാൻ മംദാനി ഒരു ലുണാറ്റിക് കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിസ നിഷേധിക്കുന്ന രാജ്യമാണ് അമേരിക്ക, അറിയാലോ. അതെ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. കമ്മ്യൂണിസം ലോകത്ത് എവിടെയുണ്ടെങ്കിലും തുടച്ചു നീക്കണം എന്ന് പറയുന്ന രാജ്യത്താണ് കമ്മ്യൂണിസ്റ്റ് ഇടത് പാരമ്പര്യമുള്ള. ട്രംപ് പറയുന്നുണ്ട് ഇടത് ചിന്താഗതിയുള്ള കുറച്ച് പേരൊക്കെ നമ്മുടെ രാജ്യത്ത് കൗൺസിലർമാരും സെനറ്റർമാരും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം സീമകളിൽ ലഭിച്ചു. ഇസ്ലാമിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റാണ്, രണ്ടും കൂടെ ചേരുമ്പോഴുള്ളൊരു ആപത്ത് അതിഭീകരമെന്നാണ് ട്രംപ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തുകൊണ്ട് ഡെമോക്രാറ്റുകൾ വലിയ തെറ്റ് അമേരിക്കയോട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സൊഹ്റാൻ മംദാനിയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. സൊഹ്റാൻ മംദാനിയുടെ അമ്മയുടെ പേര് ഇന്ത്യൻ വംശജനാണ്. അമ്മ മീര നായർ ഒഡീഷയിലെ റൂർക്കേലയിൽ ജനിച്ചവരാണ്. അപ്പോൾ നമ്മൾ മീര നായർ എന്ന് ഓർക്കുമ്പോൾ മലയാളി കേരള ബന്ധുക്കൂർ അങ്ങനെയല്ല. ഇവരുടെ കൂടെയുള്ള NAYYAR ആണ്, നെയ്യാറാണ്. നായർ എന്നെല്ലാവരും പറയുമെങ്കിലും നീര നെയ്യാറാണ്. കേരളത്തിലെ നായന്മാരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവർ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സലാം ബോംബെ എന്നുള്ള സിനിമ, അതിനേക്കാളും പോപ്പുലറായിട്ടുള്ള സിനിമ അവർ ചെയ്തിട്ടുണ്ട്. കുപ്രസിദ്ധമായൊരു സിനിമ കാമസൂത്ര, 1996 രേഖയൊക്കെ അഭിനയിച്ച കാമസൂത്ര സംവിധാനം ചെയ്തു. ഇവർ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു മെഹ്മൂദ് മംദാനി എന്ന് പറയുന്ന ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ പൗരനാണ്. ആ ഉഗാണ്ടൻ പൗരൻ്റെ മകനാണ് സൊഹ്റാൻ മംദാനി. ഈ സൊഹ്റാൻ മംദാനിക്ക് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, അമ്മ വഴി ഒരു ഇന്ത്യൻ ബന്ധമുണ്ടെന്ന് പറയും. ഇന്ത്യൻ വംശജൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ നമ്മൾ ആവേശം കൊള്ളണമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സുഡാപ്പികൾ പറഞ്ഞ് ഇന്ത്യ ആവേശം കൊള്ളണം, ഇന്ത്യൻ വംശജൻ മേയറാകാൻ പോകുന്നു. ഋഷി സുനക്ക് മേയറായപ്പോൾ ഈ സുഡാപ്പിക്ക് ആഘോഷമില്ലായിരുന്നു, കാരണം അയാൾ ഋഷി സുനക്കായിരുന്നു. ഇപ്പോൾ പറയുന്നു സൊഹ്റാൻ മംദാനിയുടെ അമ്മ ഒഡീഷക്കാരി ആയതുകൊണ്ട് ഇന്ത്യൻ വംശജനായതുകൊണ്ട് നമുക്ക് ആഘോഷിക്കണം. ഇയാൾ ഗുജറാത്ത് കലാപത്തെ പരാമർശിച്ച് നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് ഗുജറാത്തിലെ കശാപ്പുകാരനാണ് പറഞ്ഞത്. ഈ സൊഹ്റാൻ മംദാനിയുടെ അച്ഛനും. അയാൾ പറയുന്നത് ഗുഡ് മുസ്ലിംസ് ബാഡ് മുസ്ലിംസ് എന്ന് ചിലർ പറയും. മുസ്ലിം ആണെങ്കിലും അവൻ നല്ലവനാണ് കേട്ടോ എന്ന് പറയുന്ന വലിയ അപകടമാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരാശ, അങ്ങനെ ഒരു ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിംസ് എന്ന് വിളിക്കുന്നത് തന്നെ ഒരു വിവേചനമാണ്. അങ്ങനെ വിളിക്കാൻ പറ്റും. എല്ലാവരെയും ബാഡ് മുസ്ലിം എന്ന് വിളിച്ചാൽ മതി എന്നായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയല്ല. നല്ല മനുഷ്യന്മാർ, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന, ഈ കാണിക്കുന്ന പോക്കൃത്തരങ്ങളിലൊന്നും യോജിപ്പില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് പക്ഷേ ശബ്ദിക്കാൻ ഭയമാണ്. ആ ഭയത്തിൻ്റെ പേരിൽ അവർ മിണ്ടാതിരിക്കുന്നത് ഈ അക്രമകാരികൾക്ക് വളം വെച്ച് കൊടുക്കലാണെന്നുള്ള വേറെ കാര്യം. ഏതായാലും ഇങ്ങനെ ഈ കുടിയേറ്റ മുസ്ലിമാണ് സൊഹ്റാൻ മംദാനി. ആ
അപ്പോൾ ഇതിൽ കുടിയേറ്റ മുസ്ലിം ന്യൂയോർക്കിൻ്റെ മേയറാവുന്നു, പിന്നീട് ഇയാൾക്ക് വീണ്ടും ഒരുപാട് കാലം കിടക്കുകയാണ്. അങ്ങനെ വന്ന് ഭാവിയിൽ ഈ ടെൻഡൻസി വളർന്ന് കുടിയേറ്റക്കാർ രാഷ്ട്രീയ ശക്തിയായി മാറി അമേരിക്ക ഇസ്ലാമിക രാജ്യമായാലുള്ള അവസ്ഥ എന്താണ്? പിന്നെ യുദ്ധങ്ങളായിരിക്കും അല്ലേ? അമേരിക്ക അങ്ങ് ഇറങ്ങുമായിരിക്കും. ഒന്ന് ആലോചിച്ചോ, 25 വർഷം. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി ഇസ്ലാമൈസേഷൻ ഓഫ് ദ ഗ്ലോബ് നടപ്പാക്കാൻ, ലോകം മുഴുവൻ ഇസ്ലാമാക്കി അള്ളാഹുവിന് വക്കഫ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന രാജ്യം അമേരിക്ക ആയിരിക്കും. അതുകൊണ്ടാണ് അമേരിക്കയിലെ ഓരോ വീട്ടിലും ഇസ്ലാം എത്തിക്കണമെന്ന് ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇതിനെ കണ്ടിട്ടാണ് ട്രംപ് ഒരു കേവലം മേയർ തെരഞ്ഞെടുപ്പിനെതിരെ രംഗത്ത് വരുന്നത്. അത് കണ്ടിട്ടാണ് ട്രംപിൻ്റെ മകൻ പറയുന്നത് ന്യൂയോർക്ക് ഇതാ വീടിരിക്കുന്നുവെന്ന്. അപ്പോൾ ഇത് വലിയൊരു ഭീഷണിയാണ് ലോകത്തിന്. കാരണം ഈ അധികാരത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ മേയർമാർക്കൊക്കെ അവിടെ വിപുലമായ അധികാരമുണ്ട്. ഈ സൊഹ്റാൻ മംദാനിയുടെ പ്രകടന പത്രിക വന്നിട്ടുണ്ട്. അവിടെയുള്ള ന്യൂയോർക്ക് സിറ്റിയിലെ എല്ലാ പൊതുവാഹനങ്ങളിലും ആളുകൾക്ക് സൗജന്യ യാത്ര നടത്തും. പുള്ളി കേരളത്തിലെ പിണറായി വിജയനെക്കുറിച്ച് അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കിറ്റ് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. താൻ മേയറായാൽ ന്യൂയോർക്കിലെ എല്ലാവർക്കും കിറ്റ് കൊടുക്കും. പിന്നെ അവിടെ ഒരുപാട് ഈ ജോലിക്ക് പോകുന്ന മാതാപിതാക്കളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ ക്രഷിലൊക്കെ ഏൽപ്പിക്കാൻ വലിയ ചിലവാണ്. അതുകൊണ്ട് സർക്കാർ ചിലവിൽ ക്രഷുകൾ വ്യാപകമായി ന്യൂയോർക്ക് സിറ്റിയിൽ ഉണ്ടാക്കും. പിന്നെയുള്ളത് ഈ നമ്മൾ പറയുന്ന പോലെ അമേരിക്ക വലിയ സമ്പന്ന രാജ്യമാണ്, ശരിയാണ്. പക്ഷെ അമേരിക്കയിലും പിച്ചക്കാരുണ്ട്, അമേരിക്കയിലും വീടില്ലാത്തവരുണ്ട്. അതുകൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് വാടക ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിനെതിരെ നിയമം കൊണ്ടുവരും. നോക്കൂ, ആം ആദ്മി പാർട്ടി മുതൽ പിണറായി വിജയൻ വരെ ചെയ്തതുപോലെ അർബൻ നക്സലൈറ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്ന അതേ നാടകം, അതേ അടവ്, അതേ പ്രകടന പത്രിക സഹ്റാൻ മംദാനി പറയുക: സൗജന്യ യാത്ര, സൗജന്യ പലവ്യഞ്ജനം, സൗജന്യ ക്രഷ്, വാടക കൂട്ടത്തില്ല. ഇതിൻ്റെ 2 കാര്യമുള്ളൂ: സൗജന്യ വെള്ളം, സൗജന്യ വൈദ്യുതി. പ്രീണനം എങ്ങനെയും ജയിക്കുക എന്നുള്ള അജണ്ടയുമായി സൊഹ്റാൻ മംദാനി വന്നിട്ടുണ്ട്. അമേരിക്ക പതുക്കെ സിനു ആദ്യം ചോദിച്ച പോലെ ഇസ്ലാമൈസേഷൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ട്രംപ് അടുത്ത 4 വർഷം, ഒരു വർഷം ജനുവരിയല്ലേ, ഒരു വർഷം പൂർത്തിയാവത്തുള്ളൂ. അതുകൊണ്ട് 4 വർഷം എന്ന് പറയാം. ഈ 4 വർഷത്തിനിടയിൽ ഈ മൈഗ്രേറ്റ് ചെയ്തു വന്ന ആളുകളെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് എത്രമാത്രം തടയും എന്നതിനെ ആശ്രയിച്ചിരിക്കും നാളെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും മൈറ്റി പവറായ അമേരിക്കയുടെ കൊടി പച്ചക്കൊടിയായി മാറുമോ എന്ന് കാത്തിരിക്കേണ്ടി വരും. അതിൻ്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും അത് ആ കൊടി മാറുമോ ഇല്ല, അമേരിക്ക മാറുമോ, അമേരിക്ക ഒരു ഇസ്ലാമിക മഹാശക്തിയായി മാറുമോ എന്നത് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ന്യൂയോർക്ക് സിറ്റിയിലെ തെരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.